സർവേഷാം കൃതേ നമസ്കാരഃ. വൃത്തി അനുപ്രാസ അലങ്കാരത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം ഈ അലങ്കാരത്തിൻ്റെ നിയമമൊന്ന് നോക്കിയതിനു ശേഷം ഉദാഹരണത്തിലേക്ക് പോകാം. ഏറ്റവും സിമ്പിളായ രീതിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. ഓക്കെ, യത്ര ഏകസ്യ വർണ്ണസ്യ അനേകസ്യ വർണ്ണസ്യ വ ബഹുവാരം ആവൃത്തിഃ ഭവതി തത്ര വൃത്യനുപ്രാസഃ. എവിടെയാണോ ഒരു വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് വർണ്ണങ്ങളുടെ ഒരുപാട് തവണ ആവർത്തനം ഉണ്ടാകുന്നത് അവിടെ വൃത്തി അനുപ്രാസമാണ് ഉണ്ടാവുക. ഉദാഹരണം നോക്കാം. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഓരോ അക്ഷരങ്ങളുടെയും താഴെ. എന്ന് പറഞ്ഞാൽ വൃത്തി അനുപ്രാസം വരാനുള്ള അക്ഷരങ്ങളുടെ താഴെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് ഈ ഒരു ശ്ലോകം വൃത്തി അനുപ്രാസത്തിൽ ഉൾപ്പെടുത്തുന്നത്. അമന്താനന്ദ സന്തോഹ സ്വച്ഛന്ദാസ്പദ മന്ദിരം, ഇതാണ് ആദ്യത്തെ ഉദാഹരണം. ഇവിടെ ന്ത എന്ന അക്ഷരം എന്ന വർണ്ണം ആവർത്തിച്ചിട്ട് വരുന്നുണ്ട് അല്ലേ? എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 1 2 3 4 5 തവണ ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഒരുപാട് തവണ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ശ്ലോകത്തിൽ 5 തവണയേ ഉള്ളൂ. കംപ്ലീറ്റായി നോക്കുമ്പോൾ ഓരോരോ അക്ഷരങ്ങളുടെ വർണ്ണന അല്ലെങ്കിൽ അധികം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വർണ്ണത്തിൻ്റെ ഒരുപാട് തവണ ആവർത്തനം വൃത്തി അനുപ്രാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ന്ത എന്ന അക്ഷരത്തിൻ്റേതാണ് ആവർത്തനം വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. അപസാരയ ഘനസാരം കുരുഹാരം ദൂരം ഏവ കിം കമലൈഹി അലമലമാലി മൃണാലൈരിതി വദതി ദിവാനിശം ബാല. ആദ്യത്തെ പങ്ക്തിയിൽ ഏതക്ഷരത്തിൻ്റെയാണ് ആവർത്തനം വരുന്നത്? ര എന്ന വർണ്ണത്തിൻ്റെ അല്ലേ? ഇവിടെ നോക്കൂ, അപസാരയ ര ഉണ്ട്, ഘനസാരം ര, കുരു ഹാരം ദൂരം അല്ലേ? ഇവിടെയെല്ലാം ര എന്ന വർണ്ണം ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത ലൈനിൽ നോക്കൂ, ല എന്ന വർണ്ണത്തിൻ്റെയാണ് അവിടെ ആവർത്തനം വരുന്നത്. അലമലമാലി മൃണാലൈരിതി വദതി ദിവാനിശം ബാല അല്ലേ? ല എന്ന വർണ്ണത്തിൻ്റെ ആവർത്തനം അവിടെ വരുന്നു. അപ്പോൾ ആദ്യത്തെ സംയുക്തമായ വർണ്ണത്തിൻ്റെ ആവർത്തനമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഒരൊറ്റ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ആവർത്തനം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ധന്യവാദ.